ഞാൻ കുടിച്ച് ബോധമില്ലായിരുന്നു. മേലിൽ കുടിക്കില്ലെന്നും ബോധമറ്റ് പ്രവർത്തിക്കില്ലെന്നും രാമുണിക്ക് ഉറപ്പുണ്ടോ? ഉണ്ട്. നമുക്കിറങ്ങേണ്ട സ്റ്റേഷൻ എടുത്തു. No, by train. Okay. Velayan. എന്തോ നീ ഏതാ? ഞാൻ രാമുണ്ണി. എന്താ അവിടെ കാര്യം? ഒരു ജോലിക്ക്. ജോലിയോ? കടന്നു പോയാൽ നിൽക്കൂ അവിടെ നിൽക്കൂ. ഇവൻ എവിടെയും പോയില്ല, ഇവിടെ താമസിക്കും. മോളും ഉത്തരവാണ്. ഈ വീട്ടിലെ ചങ്ങലക്കിടാത്ത പട്ടിയാണ്. സ്ഥലം കിട്ടിയാൽ ആരും കടിച്ചു കയറും. പേരെന്തെന്നറിയോ? വീരയ്യൻ. വീരത്തുള്ളൂ, അയ്യത്തില്ല. എനിക്ക് രണ്ടുണ്ട്, വേലയും അയ്യത്തും. അതാണ് ഞാൻ വേലയില്. പക്ഷേ ഭൂമിയിൽ നോക്കി നടക്കണോ? വാ. നീ ഇവിടെ താമസിക്കാൻ പോകുന്ന ആളല്ലേ, ഇങ്ങനെ പലതും കേൾക്കും കാണും. ശ്രദ്ധിക്കും. കള്ളന്മാരെയും കൊലപ്പുള്ളികളെയും ജയിലിലേക്ക് അയക്കുമ്പോ കോടതി ഇന്ന മുറി എന്ന് വിധിക്കാറില്ല. പക്ഷെ ഇവിടെ പറഞ്ഞു ഇതാണ് തടവറ. പഴുത് കാലിച്ചു ചോദിക്കോ? എന്താ പേര് മറന്നുപോയി? രാമുണ്ണി. അത് മാറും. ഇന്നോ നാളെയോ രാമുണ്ണിയുടെ ഉള്ളി ഇങ്ങോട്ട് എടുക്കും, എന്നിട്ട് ഈ അങ്ങോട്ട് വെക്കും. അപ്പൊ എന്തായി? രാമയ്യൻ. എന്തിനാ പേര് മാറ്റുന്നത്? അതൊന്നും എന്നോട് ചോദിക്കരുത് പോലും മോനെ, അതെല്ലാം ജയന്തി അമ്മയുടെ ക്രിയകളാണ്. ഇവിടുത്തെ ഡ്രൈവർ വീരരാഘവൻ വീരയിനെ, ഈ വേലപ്പൻ വേലയിനെ. ഇവിടുത്തെ പട്ടി ഉണ്ടല്ലോ, അതിനെ എസ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവരുമ്പോ ടൈഗർ എന്നാണ് വിളിച്ചിരുന്നത്. ഇതല്ല പേരല്ലേ? അതിപ്പോ ടയ്യൻ. അങ്ങനെ ആദ്യ പേര്, പിന്നീട് സ്വഭാവം, ഒടുവിലാവുമ്പോ നമ്മുടെ ശരീരം തന്നെ അങ്ങോട്ട് മാറും. മോനെ, തെറ്റ തള്ള കണ്ടാൽ പോലും തിരിച്ചറിയില്ല. എന്തിനാണ് ഏറെ പറയുന്നത്? ഈ ഞാൻ തന്നെ ഇവിടെ വരുമ്പോ എന്തൊരു കളറായിരുന്നു, ചുവന്ന് അങ്ങനെ ചുവന്ന് ആപ്പിൾ പോലെയായിരുന്നു, കണ്ട പൂവമ്പഴം പോലെ ഇരുന്നു. ഇപ്പൊ ഞാൻ പൂവമ്പഴത്തിന്റെ തൊലി ഉണങ്ങിയതുപോലെ. നീ പാതാള ഭൈരവി കണ്ടുള്ളൂ? സിനിമ ഇല്ല. ഭൂതത്തിന്റെ കഥയാ.
ഇതുപോലൊരു ഭൂതത്തിന്റെ കഥ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. പക്ഷെ ഒരു കാര്യം, ആരാണ് ഭൂതം ആരാണ് മനുഷ്യന് തിരിച്ചറിയില്ല. ഭൂതമായാലും മനുഷ്യനായാലും ഇതിനകത്ത് പെട്ടവരാരും തിരിച്ചു പോയില്ല. നമുക്ക് പേടിയൊന്നുണ്ട്. ഇല്ല. മെടുക്കാൻ എന്നിട്ട് അങ്ങോട്ട് ഇല്ലടോ. എന്താണ് ചെയ്യുന്നത്? ഒന്നുമില്ല. നിനക്ക് ഒരു ശവപ്പെട്ടി ഉണ്ടാക്കാൻ എത്ര മരം വേണ്ടി വരും നോക്കിയാലും. നടക്കടോ നടക്കടോ. ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നും വരണ്ട. മുതയ്യ ഞാനാ. പിന്നെ ഇവനൊരു ബെഡ് കോഫി കൊടുക്കണം. പിന്നെ ബെഡ് കോഫി ചായ ആയിട്ടോ കാപ്പി ആയിട്ടോ അതെങ്ങനെ വേണമെങ്കിൽ നീ കഴിച്ചോ. പിന്നെ കഞ്ഞി അതൊന്നും ഇവിടെ കിട്ടില്ല. കാരണം മുത്തയ്ക്ക് നാടൻ പലഹാരം ഉണ്ടാക്കാൻ അറിയില്ല. കേട്ടോ, ഇറച്ചി മീനൊന്നും കഴിക്കില്ല. വെറും പച്ചക്കറി, അതും പച്ചയോടെ. പിന്നെ കോഴിമുട്ട, അതൊരു 10-5 കഴിക്കും. നീ ഒരു കാര്യം ചെയ്യും, നീ കുളിച്ച് റെഡി ആയിട്ട് വിടുന്നു. ഞാൻ ഡ്രസ് എടുത്തു തരാം. മുത്തയ്യ അല്ല അവിടെ നിന്ന് പോരാ. എങ്ങോട്ടാ? അകത്ത് പോ. ഇല്ലേ? അവളെ പിടിക്കൂ, ഇല്ലെങ്കിൽ അവളെന്നെ കൊല്ലും. എന്റെ ഡാഡിയെ കൊന്ന പിശാച്. നിനക്ക് വേണ്ടി എന്റെ സ്വത്തല്ലേ? എടുത്തോളൂ, എന്നെ വെറുതെ വിട്ടേക്കൂ. ഇല്ലെങ്കിൽ കൊണ്ടുപോവളെ. നീ എന്താ അവിടെ നിൽക്കുന്നത്? പോവട്ടെ. പേടിപ്പിക്ക. ഇവിടെ ഇറങ്ങടോ. ഇങ്ങോട്ട് കഴിച്ചാളെ മടിച്ചിനെ പറ്റില്ല. മോളിനുള്ള ഉത്തരവാണ്. എണ്ണ തേച്ച് കുളിപ്പിച്ച് പൗഡർ ഇട്ട് പൊട്ട് ഇട്ട് കൊണ്ടിട്ടല്ലേ. ഇറങ്ങിക്കോ. ഇങ്ങോട്ട് മറ്റേ കാലം എന്തോരം എന്താ കഴിക്ക. പിന്നെ കാലിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഏത് കാട്ടുന്ന അങ്ങോട്ട് ഇങ്ങനെ ഒക്കെ ചൂടാവുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് അങ്ങോട്ട് എന്നിട്ട് ഇതേ കൈ കൈ അങ്ങോട്ട് അങ്ങോട്ട് ഇച്ചാളങ്ങോട്ട്. അപ്പൊ എന്റെ അളവ് തെറ്റിയില്ലേ? വൃത്തിയോട്ടെ ശരിക്കുള്ളടോ. ഇനി പുറപ്പെട്ടോ. എങ്ങോട്ട്? എസ്റ്റേറ്റിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മിസ്റ്റർ രാജഗോപാലൻ എവിടെ? 2 ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട്. ഷിപ്മെന്റിലേക്കുള്ള ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കഴിഞ്ഞു? ഇല്ല. ഇല്ലേ? മിസ്റ്റർ ജെയിംസ്, നിങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത് ഇവിടെ? തൊഴിലാളികൾ ലോഡിങ്ങിന് സമ്മതിക്കുന്നില്ല. ബോണസ് കൊടുക്കാൻ വൈകിട്ടും അവിടെ ചോദിച്ച അഡ്വാൻസ് കൊടുത്തില്ലെന്നാണ് പരാതി. കൊടുത്തില്ലെന്നോ? ഞാൻ മിസ്റ്റർ രാജഗോപാലിനെ ഏൽപ്പിച്ചിരുന്നല്ലോ. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിങ്ങൾ എവിടെയായിരുന്നു? ക്ഷമിക്കണം, അവിവാഹിതരായ ഒരു ചെറുപ്പക്കാരൻ പോകുന്നിടമെല്ലാം നിങ്ങളെപ്പോലും അവധിയോട് പറയാമോ? കൊള്ളില്ല. ഇടയ്ക്ക് ചോദിക്കട്ടെ, യാത്രയൊക്കെ സുഖമായിരുന്നു? പരിഹസിക്കുകയാണോ?
അതിനെനിക്ക് അർഹതയില്ലല്ലോ. ഞാൻ ജനറൽ മാനേജരും നിങ്ങൾ ഇവിടുത്തെ മാനേജിംഗ് ഡയറക്ടറും അല്ലേ? എന്റെ പദവി ഓർമ്മിപ്പിച്ചതിന് നന്ദി. ഫാക്ടറി തൊഴിലാളികൾക്ക് അഡ്വാൻസ് കൊടുക്കാനായി ഞാൻ ഏൽപ്പിച്ച തുക നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ കൊടുത്തില്ല? ആവശ്യമില്ലെന്ന് തോന്നി. അത് നിശ്ചയിക്കേണ്ടത് നിങ്ങളല്ല മിസ്റ്റർ രാജഗോപാലൻ. മിസ്സസ് ജയന്തി ശേഖരമല്ലല്ലോ. നിങ്ങൾ ആ മുറിയിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ടല്ലോ, ശാന്തി. അവളാണ് ഈ സ്വത്തിന്റെ ഒക്കെ അവകാശി. അവൾക്കതിന് കഴിയില്ല. അവളുടെ അസുഖം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഇതുവരെ അവൾക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്നായിരുന്നു. ഇപ്പോൾ അവൾക്ക് ഭ്രാന്താണെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. ഞാനല്ല, അവളെ പരിശോധിക്കുന്ന ഡോക്ടർ. ഡോക്ടർ 5 രൂപ കൊടുത്താൽ ഏത് രോഗത്തിനും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എഴുതി തരുന്ന ഡോക്ടർമാരും നമ്മുടെ നാട്ടിലില്ലേ? ശ്രീമതി ജയന്തി ശങ്കർ, ആ പെൺകുട്ടി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ സ്വത്തിന്റെ ഒരു ഭാഗം മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ. അല്ലെങ്കിൽ അവൾ മരിക്കണം. മിസ്റ്റർ രാജഗോപാൽ, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. രാമുണ്ണി, ഇയാൾ എന്റെ ഒരു ചാർച്ചക്കാരനാണ്. എന്തെങ്കിലും ജോലി കൊടുക്കണം. ഇവനാണോ? നടക്ക്. ഗ്രാജുവേറ്റ്? എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. ജോലി വല്ലതും അറിയോ? അരയ്ക്കാനും തേങ്ങ വെട്ടാനും പിന്നെ കൊപ്ര ഉണക്കാനും അറിയാം. ഇതെന്താണെന്ന് അറിയാമോ? തേയിലയാണ്, കൊപ്രയല്ല. നീ ജയന്തിയുടെ ചാർച്ചക്കാരനല്ലേ? ഞാൻ എന്തിനാ എന്നെ അടിച്ചത്? നിന്റെ ആ ചാർച്ചക്കാരി ഉണ്ടല്ലോ ജയന്തി, അവളോട് ഞാൻ ചോദിക്കും. വെക്കോ. വീരയൻ, ശാന്തിയുടെ കാര്യം ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ശ്രദ്ധിക്കണം. ആ ഡോക്ടർ ഒന്നിനും കൊള്ളില്ല. ഒരു പേടിത്തൊണ്ടൻ. അല്ലെങ്കിൽ എന്താ രാമുണ്ണി? അയാൾ എന്നെ തല്ലി. കാരണം ഇവിടെ ചോദിക്കാൻ പറഞ്ഞു. വീരയൻ, ഇവനെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ആ വാ.